എന്തുകൊണ്ടാണ് ചില പുരുഷന്മാർക്ക് മാത്രം എപ്പോഴും സ്ത്രീകളുടെ ശ്രദ്ധ കിട്ടുന്നത്, എന്നാൽ മറ്റു ചിലർ എത്ര കണ്ട് സ്നേഹിച്ചാലും എത്ര കണ്ട് പുറകെ നടന്നാലും അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം പലപ്പോഴും നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകും അല്ലേ? ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളെക്കാൾ സൗന്ദര്യമോ പണമോ കുറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന പരിഗണന പോലും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ എന്തോ ഒരു അദൃശ്യമായ നിയമം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ കരുതുന്നത് സ്നേഹം എന്നത് സിനിമകളിലേതുപോലെ വെറുതെ സംഭവിക്കുന്ന ഒന്നാണെന്നാണ്. എന്നാൽ സത്യമതല്ല. ആകർഷണം എന്നത് മനഃശാസ്ത്രപരമായ ഒരു കളിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ആകർഷണത്തെക്കുറിച്ചും വളരെ വ്യക്തമായി എഴുതിവച്ചിട്ടുണ്ട്. ചാണക്യനീതി എന്നത് കേവലം രാജാക്കന്മാർക്കു വേണ്ടിയുള്ള ഭരണഘടനയല്ല. അത് ഓരോ പുരുഷനും തന്റെ ജീവിതത്തിൽ വിജയിക്കാനും സമൂഹത്തിലും സ്ത്രീകളുടെ ഇടയിലും എങ്ങനെ ഉന്നത നിലവാരമുള്ള ഒരു പുരുഷനായി മാറാം എന്നതിനുമുള്ള രഹസ്യഗ്രന്ഥമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചാണക്യൻ പറഞ്ഞ ആ സുവർണ നിയമങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ പിന്നെ നിങ്ങൾ ആരുടെയും പുറകെ നടക്കേണ്ടി വരില്ല. മറിച്ച് വിജയം, ബഹുമാനം, സ്നേഹം എന്നിവ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. ഒരു സ്ത്രീയും നിങ്ങളെ അവഗണിക്കാൻ ധൈര്യപ്പെടാത്ത രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ മാറ്റിയെടുക്കാം നമുക്ക് നോക്കാം. നിങ്ങൾ ഈ അറിവുകൾ നേടാൻ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. കാരണം ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു അറിവിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ചാണക്യൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ശക്തിയിലാണ്. ഇവിടെ ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായബലമോ അമിതമായ പണമോ അല്ല. അത് നിങ്ങളുടെ മനസ്സിന്റെയും വ്യക്തിത്വത്തിന്റെയും ശക്തിയാണ്. സ്ത്രീകൾ എപ്പോഴും തേടുന്നത് ഒരു നായകനെയാണ്, അല്ലാതെ ഒരു അനുയായിയെയല്ല. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കുന്ന ഒരാളാണെങ്കിൽ ചാണക്യനീതി പ്രകാരം നിങ്ങൾ പരാജയമാണ്. ഒന്നാമത്തെ പാഠം: നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രണയിനി. ചാണക്യൻ പറയുന്നു, ലക്ഷ്യബോധമില്ലാത്ത പുരുഷൻ വാലില്ലാത്ത മൃഗത്തെപ്പോലെയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്നത് സ്വന്തം ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമുള്ള പുരുഷന്മാരോടാണ്. നിങ്ങൾ എപ്പോഴും പെൺകുട്ടികളുടെ പുറകെ നടക്കുകയും അവർ എന്തു ചെയ്യുന്നു, എപ്പോൾ ഓൺലൈനിൽ വരുന്നു എന്ന് നോക്കി സമയം കളയുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മൂല്യം കുറയ്ക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, എപ്പോഴും ലഭ്യമായ ഒരു സാധനത്തിന് ആരെങ്കിലും വില കൽപ്പിക്കുമോ? വജ്രത്തിന് വില കൂടാൻ കാരണം അത് കിട്ടാൻ പ്രയാസമാണ് എന്നതുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും പഠനത്തിലും കരിയറിലും മുഴുകി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുക എന്നത് മറ്റുള്ളവർക്കൊരു വലിയ കാര്യമായി മാറും. ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൾക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ സമയം നൽകണം. നിങ്ങൾ എപ്പോഴും അവളുടെ മുൻപിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴാണ് അവൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുക? നിങ്ങളുടെ അസാന്നിധ്യം അവിടെ ഒരു ശൂന്യത സൃഷ്ടിക്കണം. അതാണ് ചാണക്യൻ പറഞ്ഞ തന്ത്രം. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ വിജയത്തിലാകുമ്പോൾ വിജയം നിങ്ങളുടെ കൂടെ വരും. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം താനേ വരും. രണ്ടാമത്തെ കാര്യം: വൈകാരികമായ നിയന്ത്രണം. ചാണക്യൻ പറയുന്നു, മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ഇന്നത്തെ കാലത്ത് മിക്ക പുരുഷന്മാരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നതാണ്. ഒരു പെൺകുട്ടി സന്ദേശം അയച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സങ്കടപ്പെടുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും പരാതി പറയുക. ഇതെല്ലാം ഒരു ദുർബലനായ പുരുഷന്റെ ലക്ഷണങ്ങളാണ്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഒരു മല പോലെ ഉറച്ചു നിൽക്കുന്ന പുരുഷനെയാണ്. കൊടുങ്കാറ്റ് വന്നാലും മഴ വന്നാലും കുലുങ്ങാത്ത വ്യക്തിത്വം. നിങ്ങൾക്ക് ചുറ്റും എന്ത് പ്രശ്നങ്ങൾ നടന്നാലും നിങ്ങൾ ശാന്തനായിരിക്കണം. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിലെ വെറുമൊരു പാവ മാത്രമാണ്. ചാണക്യനീതി പഠിപ്പിക്കുന്നത് സ്ഥിതപ്രജ്ഞൻ ആകാനാണ്. അതായത് സുഖത്തിലും ദുഃഖത്തിലും ഒരേ മാനസികാവസ്ഥ സൂക്ഷിക്കുന്നവൻ. നിങ്ങൾ എപ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നുവോ അപ്പോൾ സ്ത്രീകൾക്ക് നിങ്ങളുടെ അടുത്ത് സുരക്ഷിതത്വം തോന്നും. ഏത് പ്രതിസന്ധിയിലും തളരാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരാളായി നിങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും ബഹുമാനമുണ്ടാകും. ഓർക്കുക, ബഹുമാനമില്ലാത്തടത്ത് പ്രണയം നിലനിൽക്കില്ല. മൂന്നാമത്തെ രഹസ്യം: നിഗൂഢത സൂക്ഷിക്കുക. ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ആരുമായും പങ്കുവെക്കരുത്. ഇത് ബന്ധങ്ങളിലും വളരെ പ്രധാനമാണ്. പരിചയപ്പെട്ട് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും, നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ കുടുംബകാര്യങ്ങളും എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് നിർത്തുക. തുറന്ന പുസ്തകം പോലെയാകരുത് പുരുഷൻ. വായിച്ചു കഴിഞ്ഞ പുസ്തകത്തോട് പിന്നീട് ആർക്കും വലിയ താൽപ്പര്യമുണ്ടാകില്ല. നിങ്ങളെക്കുറിച്ചറിയാൻ ഇനിയും കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന തോന്നൽ അവരിൽ നിലനിർത്തണം. നിങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളിലുള്ള ആകാംക്ഷ അവസാനിക്കുന്നു. ആകാംക്ഷ അവസാനിച്ചാൽ ആകർഷണവും അവസാനിക്കും. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരെയാണ് ബുദ്ധിമാന്മാർ എന്ന് ചാണക്യൻ വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകണം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന ആളാണെന്ന വിശ്വാസമുണ്ടാക്കിയെടുക്കണം. അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും വിഡ്ഢികളായി മുദ്രകുത്തപ്പെടും. നിഗൂഢത എന്നത് ഒരു കാന്തം പോലെയാണ്. അത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. നാലാമത്തെ കാര്യം: ധൈര്യവും സംരക്ഷണവും.
ചാണക്യൻ പുരുഷന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായി കണ്ട ഒന്നാണ് ധൈര്യം. ഇതിനർത്ഥം വഴിയിൽ പോയി അടിപിടി ഉണ്ടാക്കണമെന്നല്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യം, തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചുനിൽക്കാനുള്ള ധൈര്യം. സ്ത്രീകൾക്ക് പ്രകൃത്യാ തന്നെ ധൈര്യശാലികളായ പുരുഷന്മാരോട് ആകർഷണം തോന്നും. കാരണം അവർക്ക് വേണ്ടത് സംരക്ഷണമാണ്. ഭീരുവായ ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയുക? നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരം എന്നിവയിലെല്ലാം ഈ ആത്മവിശ്വാസം നിഴലിക്കണം. തോളുകൾ വിരിച്ചു, തല ഉയർത്തി, കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന പുരുഷനെയാണ് ലോകം അംഗീകരിക്കുന്നത്. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ചുറ്റുമുള്ളവർക്ക് നിങ്ങളോട് ഒരു ആരാധന തോന്നും. ഈ ആരാധനയാണ് പിന്നീട് പ്രണയമായി മാറുന്നത്. വേണ്ട എന്ന് പറയാൻ പഠിക്കുക എന്നത് ഇതിന്റെ ഭാഗമാണ്. എല്ലാവരെയും സുഖിപ്പിക്കാൻ നടക്കുന്ന നല്ലവൻ ആകാതിരിക്കുക. നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മുഖത്തു നോക്കി എതിർപ്പ് പറയാനുള്ള തന്റേടം നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ വില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം, അറിവും കഴിവും. ചാണക്യൻ പറയുന്നു, രൂപത്തേക്കാൾ വലുതാണ് ഗുണം, ഗുണത്തേക്കാൾ വലുതാണ് അറിവ്. സൗന്ദര്യം എന്നത് കാലക്രമേണ മങ്ങിപ്പോകുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങളുടെ അറിവും കഴിവും കാലം ചെല്ലുന്തോറും തിളക്കം കൂടുന്നവയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അഗ്രഗണ്യനായിരിക്കണം. അറിവുള്ള പുരുഷനോട് സംസാരിക്കാൻ സ്ത്രീകൾക്ക് എപ്പോഴും താൽപ്പര്യമുണ്ടാകും. കാരണം അവരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. മണ്ടത്തരങ്ങൾ മാത്രം സംസാരിക്കുന്ന, പരദൂഷണം മാത്രം പറയുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് പുച്ഛമാണ്. ലോകകാര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജീവിതവീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങളുടെ വായന, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവുകൾ എന്നിവയാണ് നിങ്ങളുടെ യഥാർത്ഥ ആഭരണങ്ങൾ. പണം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, പക്ഷേ നിങ്ങളുടെ ബുദ്ധിശക്തി ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ബുദ്ധിയുള്ള പുരുഷൻ എവിടെ പോയാലും അതിജീവിക്കും. ആ അതിജീവനശേഷിയാണ് സ്ത്രീകളെ ആകർഷിക്കുന്നത്. ആറാമത്തെ കാര്യം, വൃത്തിയും വസ്ത്രധാരണവും. ഇത് വളരെ നിസ്സാരമായി തോന്നാം, പക്ഷെ ചാണക്യൻ പോലും ഇതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ രാജാവിനെപ്പോലെ വസ്ത്രം ധരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ മാന്യതയും വൃത്തിയും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരം നിങ്ങൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നത് നിങ്ങൾക്ക് എത്രത്തോളം വില നൽകുന്നു എന്നതിന്റെ തെളിവാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ശരീരം ശ്രദ്ധിക്കാത്ത ഒരാളെ കണ്ടാൽ ഇയാൾക്ക് ഇയാളെക്കൊണ്ട് തന്നെ നോക്കാൻ അറിയില്ല, പിന്നെങ്ങനെ എന്നെ നോക്കും എന്ന ചിന്തയായിരിക്കും സ്ത്രീകൾക്ക് വരിക. ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, എപ്പോഴും ഉന്മേഷത്തോടെ ഇരിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മതിപ്പ് തോന്നണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അത് തോന്നൂ. ഏഴാമത്തെ കാര്യം, സ്വതന്ത്രമായ അസ്തിത്വം. ഒരിക്കലും ഒരു സ്ത്രീക്ക് വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ ലക്ഷ്യങ്ങളെയോ ഉപേക്ഷിക്കരുത്. ഇത് പലരും ചെയ്യുന്ന വലിയ മണ്ടത്തരമാണ്. അവൾക്ക് ഇഷ്ടമല്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ്. സ്വന്തമായി നിലപാടുള്ള, സ്വന്തമായി ലോകമുള്ള പുരുഷനെയാണ് സ്ത്രീകൾക്കിഷ്ടം. നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് അവളെ ക്ഷണിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവളുടെ ലോകത്ത് പോയി താമസിക്കുകയല്ല വേണ്ടത്. നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്ന സംഭാഷണങ്ങൾ സിനിമയിൽ മാത്രമേ നല്ലതായിരിക്കൂ. ജീവിതത്തിൽ അത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പരാശ്രയ ജീവിയാണെന്നേ തോന്നൂ. നീ കൂടെയുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന മനോഭാവം വളർത്തുക. ഈ അകലം അവരെ വല്ലാതെ ആകർഷിക്കും. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മാറ്റം വരുത്തേണ്ടത് അവരിലല്ല നിങ്ങളിലാണ് എന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധകമായി തോന്നിയത്? അത് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ ഇനി ആരുടെയും പുറകെ നടക്കില്ല, ഞാനൊരു രാജാവിനെപ്പോലെ ജീവിക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഞാനൊരു ഉത്തമ പുരുഷനാണ് എന്ന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ കമന്റാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രതിജ്ഞ. നമുക്ക് അവസാനത്തെ കാര്യത്തിലേക്ക് വരാം. ബഹുമാനം കൊടുക്കുക, പക്ഷെ അത് ചോദിച്ചു വാങ്ങരുത്. സ്ത്രീകൾ എപ്പോഴും നോക്കുന്നത് തന്നേക്കാൾ ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ താൻ ബഹുമാനിക്കുന്ന പുരുഷനെയാണ്. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കണം, സംരക്ഷിക്കണം. എന്നാൽ അത് അവരുടെ അടിമയായിക്കൊണ്ടാവരുത്. നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ആരെയും സ്നേഹിക്കരുത്. ചാണക്യൻ പറയുന്നു, ആത്മാഭിമാനം നഷ്ടപ്പെട്ട ജീവിതം മരണത്തിന് തുല്യമാണ്. ഒരു സ്ത്രീ നിങ്ങളെ അവഗണിച്ചാൽ തിരിച്ച് അവരോട് ദേഷ്യപ്പെടാനോ പ്രതികാരം ചെയ്യാനോ നിൽക്കരുത്. പകരം അവരെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ടു പോകുക. നിങ്ങളുടെ ആ നിശബ്ദതയായിരിക്കും അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. നിങ്ങൾ അവരെക്കാൾ വലിയ കാര്യങ്ങൾക്കായി ജനിച്ചവനാണെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. ചുരുക്കത്തിൽ ചാണക്യനീതി പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങളൊരു പൂന്തോട്ടം നിർമ്മിക്കുക. അപ്പോൾ പൂമ്പാറ്റകൾ അവിടേക്ക് തേടിവരും. പൂമ്പാറ്റകളുടെ പുറകെ ഓടി നടന്നാൽ അവ പറന്നകലുകയുള്ളൂ. നിങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, അറിവ്, സ്വഭാവം എന്നിവയാകുന്ന പൂന്തോട്ടം നന്നാക്കുക. അപ്പോൾ മികച്ച സ്ത്രീകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ജീവിതം ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടത് കൂർത്ത ബുദ്ധിയും തളരാത്ത മനസ്സുമാണ്. ചാണക്യൻ കാണിച്ചുതന്ന ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങളിനി ആരുടെയും രണ്ടാമത്തെ വഴിയല്ല, മറിച്ച് മുൻഗണനയായിരിക്കും. നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക.
നിങ്ങൾ സ്വയം മാറാൻ തയ്യാറായാൽ ലോകം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.